channel. I hope you all are doing good and are safe at home. Appo ningal ente channel aadayitana kannenge. Hi, I'm Swati Sharath and I do post videos of makeup, beauty, skincare, lifestyle and fashion related contents on my channel. So if you are someone who loves watching it, please take a moment to subscribe to my channel right away. Okay, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിന്ത്ര ഹോൾ തന്നെയാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ഹോൾ. ഞാൻ ഡ്രസ്സസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോണതാണ് ഞാൻ കാണിക്കാൻ പോണത്. സോ ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി ദ ദിവാലി സ്പെഷ്യൽ വീഡിയോ ഐ ക്യാൻ സേ, ബിക്കോസ് ഇതിൽ കാണുന്ന ഔട്ട്ഫിറ്റ്സ് ഐ എം പ്ലാനിങ് ടു വെയർ ഓൺ ദിവാലി. ആൻഡ് ഒരു ഔട്ട്ഫിറ്റ് ഞാൻ ഓൾറെഡി എന്റെ ലാസ്റ്റ് ഇയറിന്റെ ദിവാലിയിൽ ഞാൻ ഇട്ടൊരു ഔട്ട്ഫിറ്റ് ആണ്. ഓവറോൾ 3 ഔട്ട്ഫിറ്റ്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ജ്വല്ലറീസ് ഏതൊക്കെയാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മൊത്തത്തിലൊരു സ്മോൾ ആൻഡ് ക്യൂട്ട് വീഡിയോ ആയിരിക്കും. So yeah, without wasting much time, let's just get into the video. Okay, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ആണ്. ഞാൻ ഇവിടെ പിക്ചർ ഇടാം. സോ ദിസ് വൺ ഇസ് ഫ്രം ഈഷ്യൻ ബ്രാൻഡ്. ഈഷ്യൻ അങ്ങനെ എന്തോണ് അതിന് പറയുന്നത്. അടിപൊളി ബ്രാൻഡാണ്. നല്ല അടിപൊളി കുർത്തിയാണ്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് ബോത്ത്, ലൈക്ക് യു ഹാവ് ദ ടോപ്പ് ആസ് വെൽ ആസ് ദ പലാസോ. അപ്പൊ ഇതിലിങ്ങനെ സ്മോൾ വൈറ്റ് പ്രിന്റഡ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് കോൾഡ് ഡിജിറ്റൽ പ്രിന്റ്. പെയിന്റ് ചെയ്തല്ല, ഒരു ഡിജിറ്റൽ പ്രിന്റ് പോലെയാണ് അത്. ആൻഡ് ഈ ഭാഗത്ത് നെക്ക് ലൈനിലൊക്കെ നല്ല വർക്ക് തന്നിട്ടുണ്ട്. സോ ദിസ് എ ബ്ലാക്ക് ഔട്ട്ഫിറ്റ്. ഐ നോ മോസ്റ്റ് പീപ്പിൾ will be quite skeptical about wearing black outfit for festives. പക്ഷെ എനിക്ക് പേഴ്സണലി ബ്ലാക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത്. ആൻഡ് ഓൾസോ ദിസ് ഇസ് ഓൺ അൻ അമേസിംഗ് ഡിസ്കൗണ്ട് കറന്റ്ലി. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതുകൊണ്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഫോർ ദിസ് ഐ എം ഗോയിങ് ടു പെയർ ഇറ്റ് അപ്പ് വിത്ത് ഗുഡ് huge earrings, like black metal earrings. Appo earrings I think I have bought it from Amazon. I'll link everything down below. You can definitely check it out from the description. So yeah, coming back, idine neckline lo already kore work undu. Appo njan necklace idam uddeshikkanilla because already your neckline is so beautiful alle. Appo ningal necklace idnele karyilla. You can pair it up with huge earrings. And for bangles, I'm quite confused, like whether I should go for silver metal bangles or I have this black കുപ്പിവളയില്ലേ അങ്ങനത്തെ ഒരു ബ്ലാക്ക് ഗ്ലാസിന്റെ ഒരു മോഡലുള്ള ബാംഗിൾസ് ആണിത്. സോ ഫൈനലി ഐ ഡിസൈഡഡ് ടു ഗോ വിത്ത് ദ ബ്ലാക്ക് ബാംഗിൾസ് ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് റിയലി കോംപ്ലിമെന്റിംഗ് ദ ലുക്ക്. ഈ ഔട്ട്ഫിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കംഫർട്ടബിൾ ആണ്. നല്ല എന്താ പറയാ, എന്റെ സൈസ് സ്മോൾ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് fits me perfectly. Back side ഇതിന്റെ ഫുൾ പ്ലെയിൻ ആണ്. അവിടെ പ്രിന്റ് ഒന്നും ഇല്ല. ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് പ്ലെയിൻ ഔട്ട്ഫിറ്റ്. ആൻഡ് മുടി ഞാൻ ചുമ്മാ ഇങ്ങനെ പിൻ ചെയ്ത് കെട്ടാണ് ടു ജസ്റ്റ് യു നോ മേക്ക് മൈ ഇയറിംഗ്സ് സ്റ്റാൻഡ് ഔട്ട്. ലൈക്ക് ഞാൻ അഴിച്ചിടുമ്പോൾ ഇത്ര വലിയ ഇയറിംഗ്സ് കാണില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ബാക്കിലേക്ക് പിൻ ചെയ്തിട്ടാണ് ഈ ഒരു ഔട്ട്ഫിറ്റിന് ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോണത്. ആൻഡ് യാ, വെയറിംഗ് സം സിന്ദൂർ ആൻഡ് മേക്കപ്പ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ യാ, ദിസ് ഇസ് മൈ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. Very simple yet it's a quite different and good outfit I feel. Moving on, next is my favorite of all. That's a sari. Appo eniki personally sari nalla ishtana. I love styling sari and even wearing it. Appo idoru special type of sari aanu which I saw on Myntra. So I have been seeing and eyeing on such model sari for a very long time. And ഞാൻ മിന്ത്രയിൽ നല്ലൊരു ഓഫറിൽ നല്ലൊരു പ്രൈസിൽ എനിക്ക് ഇത് കണ്ടപ്പോൾ I thought why not, I should just go and get it. So I got it for 2 different colors actually. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു കളർ, this is a good and dark mustard yellow സാരിയാണ്. So this is a pleated crepe saree. It's very soft, it's not harsh on your skin. പക്ഷെ നല്ലൊരു എന്താ ഫ്ലോയി ടൈപ്പ് ഓഫ് സാരിയാണ്. ആൻഡ് ഐ റിയലി ലൈക്ക് ഇറ്റ്. നല്ല ഈസിയാണ് പ്ലീറ്റ് ചെയ്യാനും സാരി വെയർ ചെയ്യാനും ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ്. This is the blouse that you get. And trust me, the blouse quality I didn't like because ഇതൊരു വെൽവെറ്റി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. അതിൽ സീക്വൻസ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ സീക്വൻസ് വർക്ക്സ് ഉണ്ടല്ലോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സീക്വൻസ് അല്ല. സം സീക്വൻസ് ആർ സോ ഗുഡ് യു നോ. നിങ്ങളത് കൈകൊണ്ട് പൊട്ടിച്ചാൽ മാത്രമേ പൊട്ടുള്ളൂ. ഇത് അങ്ങനെയല്ല, അത് എവിടെയെങ്കിലും കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോണ സീക്വൻസ് ആണ്. സോ ബ്ലൗസ് ഐ ഡിഡ്ന്റ് ലൈക്ക് പേഴ്സണലി. ഈ സാരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾസോ കംസ് അപ്പ് വിത്ത് ദിസ് ബെൽറ്റ്. ദിസ് ഇസ് എ സാരി ബെൽറ്റ് ദാറ്റ് യു ക്യാൻ വെയർ ഇറ്റ് ഓൺ യുവർ വേസ്റ്റ്. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ സ്റ്റൈൽ ചെയ്യണത് ഈ ഒരു ഔട്ട്ഫിറ്റ്. ഫസ്റ്റ് ഐ പ്ലാൻ ടു ഗോ ഫോർ ദ സ്ലീവ്ലെസ് വൺ. സ്ലീവ്ലെസ് ടോപ്പ് ഇത് ഞാൻ H&M വാങ്ങിച്ചൊരു ടോപ്പാണ്. ഇറ്റ്സ് എ കാമി ടോപ്പ് ആക്ച്വലി, ബട്ട് ഐ എം ജസ്റ്റ് യൂസിങ് ഇറ്റ് ടു വെയർ ആസ് എ ബ്ലൗസ് നൗ, സ്ലീവ്ലെസ് ബ്ലൗസ്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ലുക്ക് ചെയ്യാൻ പോണത്. ഈ സാരിന്ന് ഞാൻ 2 ഡിഫറെന്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
The first one is going to be with the sleeveless blouse, and for that I am going to add this beautiful necklace from Shrishti Jewelry. It's an Instagram page. അവിടുന്നാണ് ഞാൻ ഈ ജ്വല്ലറി വാങ്ങിച്ചത്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നല്ല എന്താ പറയാ, അങ്ങനെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പീസ് ഒന്നും എനിക്ക് കിട്ടിയത്. ഇറ്റ് വാസ് റിയലി ഗുഡ് ക്വാളിറ്റി. അപ്പൊ ഇതാണ് ആ നെക്ലേസ് പീസ് എന്ന് പറയുന്നത്. റിയലി പ്രിറ്റി. ആൻഡ് എനിക്ക് നല്ലൊരു സെയിലിൽ കിട്ടിയപ്പോഴാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ആൻഡ് ഐ റിയലി ലവ് their packaging, their quality, everything is superb. അതിന്റെ കൂടെ വരുന്നതാണ് ഈ ഒരു കമ്മല്. ഇറ്റ്സ് റിയലി ഗുഡ് ഇയറിംഗ്സ് ഐ വുഡ് സേ. അപ്പോ ഇതാണ് ഞാൻ ഫസ്റ്റ് ഔട്ട്ഫിറ്റിൽ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. സാരിക്ക് ഞാൻ ബാംഗിൾസ് ആക്ച്വലി ഞാൻ ഇടാൻ മറന്നു. ബിക്കോസ് ഗോൾഡൻ ആ ഒരു ഫിനിഷുള്ള ബാംഗിൾസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ യു ക്യാൻ ഈവൻ ഗോ ഫോർ ഗോൾഡൻ ബാംഗിൾസ്, ഗോൾഡൻ കട, അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം. ആൻഡ് ഓൾസോ ഐ വോൺ ദ സാരി ബെൽറ്റ്. സാരി ബെൽറ്റ് ആക്ച്വലി മേക്സ് യുവർ ഔട്ട്ഫിറ്റ് യുനോ ടു എ നെക്സ്റ്റ് ലെവൽ ഐ വുഡ് സേ. നല്ല അടിപൊളിയാക്കി മാറ്റും നിങ്ങളുടെ ഔട്ട്ഫിറ്റ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഫസ്റ്റ് ലുക്ക് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. ഈ സെക്കൻഡ് ലുക്ക് എൻ്റെ ഒരു എക്സ്പെരിമെന്റൽ ലുക്ക് ആയിരുന്നു. സോ ഐ എം ഗോണ പെയർ ഇറ്റ് അപ്പ് വിത്ത് എ ടേർട്ടിൽ നെക്ക് ക്രോപ്പ് ടോപ്പ്. അപ്പൊ ഇതൊരു നിറ്റഡ് ക്രോപ്പ് ടോപ്പ് ആണ്. ഞാൻ H&M വാങ്ങിച്ചൊരു ക്രോപ്പ് ടോപ്പ് ആണ്. ആൻഡ് വിത്ത് ദാറ്റ് ഐ എം ഗോയിങ് ടു പെയർ ദിസ് സാരി. സോ വെൻ ഐ വോർ ഇറ്റ്, ഫോർ മീ ഐ ആക്ച്വലി ലൈക്ഡ് ഇറ്റ്, യു നോ, ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക ഹൈ നെക്ക് ലുക്ക് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഐ ഡോണ്ട് നോ വെദർ യു ഗൈസ് വുഡ് ലൈക്ക് ഇറ്റ്. പക്ഷെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത്. അപ്പൊ അത് ഹൈ നെക്ക് ആയതുകൊണ്ട് ഇത് യു ക്യാൻ ഗോ ഫോർ ലോങ് നെക്ലേസ്. അപ്പൊ ലോങ് ഇങ്ങനെ ലെയേർഡ് നെക്ലേസ് ആണെങ്കിലും ഇറ്റ് വിൽ ലുക്ക് റിയലി നൈസ്. ബട്ട് ഐ ഡിഡ്ന്റ് ഹാവ് വൺ. So I went for this golden statement earrings. അത് മാത്രമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് as jewelry. And then I paired it up again with that belt that came up with the sari. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ സെക്കൻഡ് ലുക്ക് ഫ്രം ദിസ് സാരി ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി രണ്ടും ഇഷ്ടമായി. പക്ഷെ എനിക്കൊരു ഡിഫറെന്റ് ആയിട്ട് കുറച്ചും കൂടി എന്താ പറയാ സ്റ്റൈലിഷ് ആൻഡ് എലിഗന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ടേർട്ടിൽ നെക്ക് വെച്ച് സ്റ്റൈൽ ചെയ്തതാണ്. ലെറ്റ് മീ നോ വിച്ച് വൺ യു ഗൈസ് ലവ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. മൂവിങ് ഓൺ, ദ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ഇസ് ഗോയിങ് ടു ബി ദിസ് വൈറ്റ് കുർത്ത. അപ്പൊ ഇതൊരു സെറ്റ് തന്നെയാണ്. ലൈക്ക് യു ഹാവ് ദ ടോപ്പ് ആൻഡ് ദ പലാസോ. ദിസ് ഇസ് നോട്ട് എ ചിക്കൻ കാരി കുർത്ത. ലൈക്ക് നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ തോന്നുമായിരിക്കും. പക്ഷെ ഇതിലത്തെ പ്രിന്റ് എന്ന് പറഞ്ഞ വീണ്ടും ഇറ്റ്സ് ലൈക്ക് എ ഡിജിറ്റൽ പ്രിന്റ്, യു നോ. നമുക്ക് കാണാൻ വിൽ ഫീൽ ഓ ഇറ്റ്സ് ലൈക്ക് എ ചിക്കൻ കാരി കുർത്ത. പക്ഷെ അങ്ങനെയല്ല. Yet it looks really pretty. Like full overall this kurta you have this print, and that what makes it very unique. ഞാൻ ഈ ഒരു കുർത്തയാണ് കഴിഞ്ഞ ദിവാലിയിൽ ഞാൻ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. If I have that picture I'll insert it here. So this one is really affordable. ഇതും ഞാൻ മിന്ത്രയിൽ തന്നെയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. And to make this quite different, I'm gonna pair it up with this beautiful dupatta. അപ്പൊ ഇത് എൻ്റെ ഒരു ആന്റി എനിക്ക് കൊടുന്നതാണ്. She bought it from Rajasthan or Jaipur, I think. A very beautiful bandhani print dupattയാണ്. It has a lace over here. അപ്പൊ നോർത്തിലൊക്കെ ഈ ദുപ്പട്ട ഭയങ്കര ഫേമസ് ആണ്. Even you will get it on Amazon and Myntra, of course. And for the earrings, I'm gonna wear this particular earrings. I think this I got from Kuva Jeweler. അതൊരു ഇൻസ്റ്റഗ്രാം പേജ് തന്നെയാണ്. അവരുടെ ഞാൻ മെൻഷൻ ചെയ്യാം. ആൻഡ് ദ നെക്ലേസ് ഇസ് ഓൾസോ ലൈക്ക് ദിസ് ഇസ് എ സെറ്റ് ആക്ച്വലി. യു ക്യാൻ വെയർ ദിസ് ഓർ യു ക്യാൻ വെയർ ദ ഹ്യൂജ് ഇയറിംഗ്സ്. അങ്ങനെ ആയാലും നിങ്ങൾക്ക് വെയർ ചെയ്യാം. ഐ ഡിഡ്ന്റ് ഹാവ് ദാറ്റ് ഹ്യൂജ് ഇയറിംഗ്സ് വിത്ത് മീ. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അതായിരിക്കും സ്റ്റൈൽ ചെയ്യാം. ആൻഡ് ഫൈനലി ഐ വോ സം ബാംഗിൾസ്. അപ്പൊ ഇതിൽ ഞാൻ ബ്ലൂ ആഡ് ചെയ്ത കാരണം to go with this dupatta, അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ ഇട്ടത്. യു ക്യാൻ ഈവൻ വെയർ ദറ്റ് കളർഫുൾസ് ലൈക്ക് യെല്ലോ, റെഡ്, ഇതിലുള്ള എല്ലാ കളേഴ്സും വെച്ചിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം ബാംഗിൾസ്. ഇറ്റ് വിൽ ലുക്ക് റിയലി പ്രിറ്റി. നമ്മളൊരു ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യുമ്പോൾ ഐ വോണ്ട് ടു കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് എലിഗന്റ്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റൈലിംഗ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. Mainly because of that. So yeah, with that we come to an end. I hope you guys enjoyed watching this video, and if you do, please make sure to give it a thumbs up and also to subscribe to my channel without forgetting to hit that bell icon, because only then you will be notified whenever I upload a video. So yeah, once again thank you so much for watching. See you guys next week with a very new video. Till then, bye bye.